ഹായ് ഓൾ. മാസ്റ്റേഴ്സ് പ്രോഗ്രാം തികച്ചും ഫ്രീ ആയിട്ട് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. യൂറോപ്പിൽ ജർമ്മനി പോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യമുണ്ട്. അതാണ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് പ്രോഗ്രാമും തികച്ചും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ടുഡേ we will go in detail on ഓസ്ട്രിയ. ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു ചെറിയൊരു രാജ്യമാണ് which is in Central Europe, which is landlocked or bordered with many other countries like Germany, Czech Republic, Hungary, Slovakia, Slovenia, Italy, Switzerland, etc. മറ്റു രാജ്യങ്ങൾ പോലെ അതായത് USA is famous for technology, Germany is famous for automobile, Ireland is famous for IT and pharmaceutical. Similarly, Austria is famous in their service sectors as well as industrial sectors. Austria is considered as one of the wealthiest country, അതേപോലെ തന്നെ is counted as the most industrialized country in the world. ഓസ്ട്രിയയുടെ population is around 8.9 million ആണ്. Capital Vienna ആണ്. Vienna occupies around 1.7 million people and it is considered as a tourist destination and it is the largest city in Austria. ഓസ്ട്രിയയുടെ കറൻസി യൂറോ ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ജർമ്മൻ ആണ്. നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റി ഡീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില സ്റ്റുഡൻസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും നമ്മളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ യൂണിവേഴ്സിറ്റീസിൽ എന്തായിരിക്കും എന്നുള്ളത്. ദ കരിക്കുലം ഈസ് ഫുള്ളി ടോട്ട് ഇൻ ഇംഗ്ലീഷ്, so the students need not to be worried about the language. They are taught fully in English. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വിസ എന്ന് പറയുന്നത് ഷെങ്കൻ വിസയാണ്. ദാറ്റ് മീൻസ് യു ക്യാൻ ട്രാവൽ ആൻഡ് വിസിറ്റ് 29 ഷെങ്കൻ കൺട്രീസ് ത്രൂ ഔട്ട്. ഓസ്ട്രിയയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ ഹൈ ആണ്. അതേപോലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും വളരെ ഹൈ ആണ്. സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബ് 20 hours പെർ വീക്കും അതേപോലെ ഡ്യൂറിങ് ദ സ്റ്റഡീസ് അതേപോലെ തന്നെ 40 hours പെർ വീക്ക് ഡ്യൂറിങ് സ്കെഡ്യൂൾഡ് വെക്കേഷൻസിലും പെർ വീക്കിൽ അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. വേജസ് അറൗണ്ട് 9 to 12 ആണ് പെർ അവർ നമുക്ക് അവർക്ക് വേജസ് പാർട്ട് ടൈം ജോബ്സിന് കിട്ടുന്നത്. ഓസ്ട്രിയയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രിയയിൽ ഒരു ഫുൾ ടൈം ജോബിലേക്ക് കയറുന്ന സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് 14 months സാലറിയാണ് എംപ്ലോയർ കൊടുക്കുക. സാധാരണ നമ്മൾ കണ്ടുവരുന്ന മറ്റു രാജ്യങ്ങളിൽ 12 months സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഓസ്ട്രിയയിൽ നമുക്ക് 14 months സാലറി കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതൊരു മൗണ്ടൈനിയസ് കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റ് വളരെ കൂൾ ആൻഡ് ടെമ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഓസ്ട്രിയയുടെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓസ്ട്രിയയുടെ ഇൻടേക്ക് വരുന്നത് സെപ്റ്റംബറും ഫെബ്രുവരിയുമാണ്. ഇപ്പോൾ 2 പ്രോഗ്രാംസാണ് മെയിൻലി നമുക്ക് ഓസ്ട്രിയയിൽ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ബാച്ചിലേഴ്സ് പ്രോഗ്രാംസും അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമും. ബാച്ചിലേഴ്സ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ 12th സ്റ്റാൻഡേർഡിൽ നമുക്ക് 60% മാർക്കും IELTSന് ഓവറോൾ 6ഉം ഇൻഡിവിജ്വൽ 5.5ഉം വേണം. അതേപോലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സിന് ഓവറോൾ 60% IELTS ഓവറോൾ 6ഉം ഇൻഡിവിജ്വൽ 5.5ഉമാണ് വേണ്ടത്. സോ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ ഓസ്ട്രിയയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻസിൻ്റെ പ്രോസസ്സോ അല്ലെങ്കിൽ വിസയുടെ കാര്യങ്ങളോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് സ്മിത മഹേശ്വർ. ഞാൻ സംസാരിക്കുന്നത് മൈ ഡെസ്റ്റിനേഷൻ എംബ്രോയ്ഡ് എന്ന കൺസൾട്ടൻസിയിലാണ്. താങ്ക് യു സോ മച്ച്.